ഇപ്പോൾ വി വസീഫ് അടക്കമുള്ള നേതാക്കൾ കോഴിക്കോട് സംസാരിക്കുന്നുണ്ട്. വക്കീലിന് പോലും രാവിലെ ഇവിടെ നിൽക്കുക ഒന്ന് കേറാൻ ചോദിച്ചിട്ട് അതിന് പോലും അനുവാദം കൊടുക്കുന്നില്ല. ഇത് എവിടുത്തെ ഈഡിയ? ഇതിപ്പോ കേരളത്തിലെ പോലീസാണ്. കാണാൻ കഴിയണ്ടേ? ഈ പോലീസ് ഈഡിയെ കാണാൻ ലാക്സസിൽ നിൽക്കുന്ന പോലീസിന് തയ്യാറാണ്ടേ? പോലീസുമായി തോന്നിയ പോലെ തടയല്ലേ ഇവിടെ? ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ പോലും ഇല്ല ഇവിടെ. ഞങ്ങൾ ഇത് മറികടന്ന് അകത്ത് പോയാൽ നിയമത്തെ വെല്ലുവിളിച്ചു എന്ന് വരും. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അകത്ത് കയറാത്തത്. അല്ലാതെ ഈ 4 ചെന്നിത്തലേന്റെ സതീശന്റെ പോലീസിനെ കണ്ട് ഭയന്നിട്ടൊന്നുമല്ല. ന്യായമായും നിയമസഹായം ഏത് സമയത്തും ആർക്കും കൊടുക്കാവുന്നതാണ്. പുലർച്ചെ 5:30 ഇവിടെ കയറിയതായി പോലീസ്. നാളെ ഈ വീട്ടിലുള്ളവർക്ക് പെരുന്നാളില്ലേ? ഇവിടെ കുട്ടികളില്ലേ? സ്ത്രീകൾ, പ്രായമുള്ള അമ്മയും പ്രായമുള്ള അച്ഛനും അവിടെ ഉള്ളത്. അവരെ കാണാൻ ഈ വക്കീലിനെങ്കിലും അകത്ത് കയറാൻ ഒന്ന് സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കണ്ടേ? മണി മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു നിയമസഹായം കൊടുക്കാൻ വേണ്ടി പോലീസ് അനുവദിക്കുന്നില്ല. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. 5:30 മണി മുതൽ തുടങ്ങിയ റെയ്ഡാണ്. ഒരു കക്ഷിനെ പോലും പുറത്തു വിടുന്നില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളില്ലേ? തൂക്കി കൊല്ലാൻ വിധിക്കുന്നവർ. അല്ല, ഇപ്പൊ ഇവര് പറയുന്നത് ചെന്നിത്തലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഈ കേരള ഗവൺമെന്റിനൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ നിൽക്കുന്നത് ഒരു SI ആ. എന്നാ അയാൾ പോയി ചോദിക്കണ്ട അങ്ങോട്ട്? ഒരു മാന്യത ഉണ്ടെങ്കിൽ ആരാ എന്താ എന്നില്ല. ഈ കേരളത്തിലെ പോലീസിന് നാഥനില്ലേ? ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ? ഇത് ഇവരും ഈ സതീശനും ഈ മോഡിയും തമ്മിലുള്ള പ്ലാൻ ആണെന്നുള്ളത് ആർക്കറിയാത്തത്? ഇപ്പോ എന്തിനാ ഈ പോലീസ് ഉടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാ തടയുന്നത്? ഈ പോലീസിന്റെ ശുദ്ധ തോന്നിയാസല്ലേ ഇവിടെ കാണുന്നത്? ചോദിക്കുമ്പോ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് പോലും ഇല്ല ഇവിടെ നിന്ന്. ഏതോ ഒരു SI ഇരുന്നിട്ട് പറയാ ഞാനൊന്നും അറിയില്ല, എന്നിട്ട് ഇങ്ങനെ ഇടിവെട്ടിയ പോലെ നിൽക്കുക. ഓൻ എന്തെങ്കിലും മിണ്ടണ്ടേ? എന്നാ ഈ പോലീസ് അകത്ത് കയറി ചോദിക്കണ്ടേ? ഇവിടെ വക്കീലുണ്ട്, വക്കീലിനെ കാണാൻ അനുവദിക്കണം എന്ന് പറയണ്ടേ? ഒരാൾ പോലും സംസാരിക്കുന്നില്ല. ഇവിടെ പ്രതികാട്ടനെ ഉന്തി മാറ്റാൻ അവർ ശ്രമിക്കുന്നത്. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയുടെ വസതിയിന് മുമ്പിൽ ഇതാ ഇപ്പോൾ CPM നേതാക്കൾ മോഹനൻ മാസ്റ്റർ, വസീഫ് അടക്കമുള്ള നേതാക്കൾ, M മെഹബൂബ് അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പലയിടത്തും ഉച്ചയായി എന്തുകൊണ്ട് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല? അവിടെ പ്രായമായ ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി രൂക്ഷമാകുമോ സ്ഥിതിഗതികൾ എന്നറിയില്ല. എന്നാലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. കേന്ദ്ര സേനയുടെയും കേരള പോലീസിന്റെയും സുരക്ഷ ഉണ്ട്. CPM പ്രവർത്തകർ ഒരൽപ്പം ചാർജ്ഡ് ആവുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അത് ഏത് നിലയ്ക്ക് ലഘൂകരിക്കപ്പെടും എന്നുള്ളത് പ്രധാനമാണ്. അതേസമയം തന്നെ യാതൊരു തരത്തിലും ഈ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന കാര്യത്തിൽ തടസ്സമുണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനം CPM ഉണ്ട് താനും.